ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്കയും ചവ്വരിയും വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പശുമ്പാലിൽ വേണമെങ്കിൽ ചെയ്യാം. നല്ലൊരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കുറേയധികം ആൾക്കാർ കണ്ടു നോക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ ചക്ക ചവ്വരി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ പഴുത്ത ചക്ക ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള കപ്പിന് 2 കപ്പ് ചക്ക അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ്. പായസത്തിന് മധുരമുള്ള ചക്ക ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വേണ്ടത് സാഗോ അഥവാ ചവ്വരിയാണ്. ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചവ്വരി വീർത്ത് ഡബിൾ സൈസായി വരും. സാഗോ നമുക്ക് പല വെറൈറ്റിയിലും കിട്ടും. ചിലത് 10-15 മിനിറ്റ് കുതിർത്താൽ മതിയാകും. ചിലതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കും. എൻ്റെ കയ്യിലുള്ള സാഗോ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് 2 മണിക്കൂർ കുതിർത്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സാഗോ നല്ലതുപോലെ കുതിർത്തെടുത്താൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി വേണ്ടത് പാലാണ്. പാല് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ ചെയ്താലും പശുവിൻ പാലിൽ ചെയ്താലും ഈ പായസം ടേസ്റ്റ് തന്നെയാണ്. പശുവിൻ പാലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 5 കപ്പ് 2-ാം പാലാണ്. പായസത്തിന് ആവശ്യമായ 1-ാം പാലാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് 1-ാം പാലാണ്. പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിക്കാം. പാല് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ലതുപോലെ കുതിർത്ത് വെച്ച ചവ്വരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ സാഗോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്ക ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം മധുരം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ചക്കയെല്ലാം നന്നായിട്ട് വെന്ത് പായസം ഒന്ന് കുറുകി വരുന്നവരെ സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മണിമണി പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കയെല്ലാം നല്ല പാകത്തിന് വെന്ത് പായസം ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഇതിലേക്ക് 2 നുള്ളി ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാരയെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഈ പായസം കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും സാഗോ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം പായസം നന്നായിട്ട് കുറുകി വരും. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്താൽ മതി. ഇനി റെഡിയായ പായസം നമുക്ക് മാറ്റി വെക്കാം. പായസത്തിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഒക്കെ വറുത്തിടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് മൂപ്പിക്കാം. കശുവണ്ടി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ കശുവണ്ടിയൊക്കെ ബ്രൗൺ കളറും കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്ത കശുവണ്ടിയും കിസ്മിസും ഞാൻ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് പോയതാണ്. കശുവണ്ടിയും കിസ്മിസൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസം ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചവ്വരി ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചക്ക സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്